പാലിക്കണേ. എന്റെ സഹോദരന്റെ ഖബറിന്റെ അവസ്ഥ എനിക്ക് കാണണേ എന്ന് അല്ലാഹുവിനോട് ഓരോ ദിനരാത്രികളിലും പൊട്ടിക്കരഞ്ഞപ്പോ ഒരു ദിവസം കാണുകയാ. ശ്രദ്ധിക്കണേ ഉമ്മ, മനസ്സിലാക്കണേ ഉമ്മ. തന്റെ ആ സഹോദരൻ എഴുന്നേറ്റ് നിൽക്കുകയാ. സഹോദരന്റെ ഒരു മുഖത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്, ഒരു മുഖത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാ, ആ മഹാൻ ചോദിക്കുകയാ, നിനക്ക് എന്ത് പറ്റി? നീ നിസ്കരിച്ചിരുന്നല്ലോ, നോമ്പ് നോറ്റ മനുഷ്യനല്ലേ, അതുകൊണ്ട് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാ, കാണാൻ നയകുള്ള നല്ല ചേലുള്ള നല്ല കുടുംബത്തിലുള്ള നല്ല സൗന്ദര്യവാനായ നല്ല സ്റ്റൈലുള്ള ഒരു കുട്ടിയെ ഞാൻ എന്റെ വികാരത്തോടെ ഞാനെന്ന് നോക്കി. എന്റെ വികാര പൂർത്തീകരണം ഞാൻ നടത്തിയില്ല, അല്ലെങ്കിൽ ഞാനൊരു തെറ്റായ രീതി അവനോട് ഞാൻ ചെയ്തില്ല, അവനോട് ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എല്ലാം ഞാൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാം അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ എല്ലാ തെറ്റുകളും അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒറ്റൊരു കാരണം എനിക്ക് പറയാ, എനിക്ക് മടിയായിരുന്നു. ഒറ്റൊരു കാരണം എനിക്ക് പറയാ, എനിക്ക് ലജ്ജ തോന്നിയിരുന്നു. അതുകൊണ്ട് ഈ കാരണത്താ നരകത്തിനൊരു തീക്കട്ട എന്റെ മുഖത്തേക്ക് വരും. അതെനിക്ക് സഹിക്കാനാകുന്നില്ല. അതുകൊണ്ടാണ് എന്റെ മുഖത്തിന്റെ ഒരു ഭാഗം കത്തിക്കരിഞ്ഞു പോയ. എമിലി നിവാസികളെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നമ്മൾ ചെയ്യുന്നതല്ലേ? ബസ് സ്റ്റോപ്പിന്റെ മുൻവശത്ത് നിന്ന് കള്ളാച്ചേലുള്ള നല്ല പെൺപിള്ളേരെ നോക്കി ഒരു കണ്ണടി അടിക്കുന്ന ചെറുപ്പക്കാരാ തന്റെ ബൈക്കിന്റെ സീറ്റിലിരുന്നു കൊണ്ട് ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് RM5 ഡ്യൂക്ക് അതുപോലെയുള്ള മോഡൽ ബൈക്കുകൾ മോഡൽ കാറുകൾ എടുത്തുകൊണ്ട് ചീപ്പാനുകൊണ്ട് പെൺപിള്ളേരുടെ മുന്നിൽ കണ്ണടിക്കുകയും അത് തിരിഞ്ഞു കണ്ണടിക്കുകയും ചെയ്യുന്ന സഹോദരന്മാരെ ചിന്തിക്കളെ. കബറെന്ന മഹാത്ഭുതത്തിന്റെ എന്തായിരിക്കും നമ്മുടെ അസാബെന്ന് അല്ലാഹുവിനെ മാത്രമല്ലേ അറിയാവുകയുള്ളൂ. സ്കൂൾ ക്യാമ്പസുകളിൽ നിന്ന് അയനാട്ടമല്ലേ കൂത്താട്ടമല്ലേ അല്ലാഹുവിനെ മറന്നു പോകുന്ന കുഞ്ഞു മക്കളെ പോലും ഇന്ന് ലൗലത്തിന് കൊടുക്കലല്ലേ, ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കലല്ലേ, ഇഷ്ടം പറയലല്ലേ. ആർക്കാണ് മക്കളെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? സീരിയലിൽ കണ്ട് ഇഷ്ടം പറയുന്നത് അത് കണ്ട് കുട്ടി പറയുകയാ. ഇന്നത്തെ കാലഘട്ടമുണ്ടല്ലോ, ന്യൂ ജനറേഷന്റെ കാലഘട്ടമുണ്ടല്ലോ, അല്ലാഹുവിനെ മറന്നു പോകുന്ന ധിക്കാരികളായി മാറല്ലേ. ആരോട് കളിച്ചാലും പടച്ചതമ്പുരാനോട് കളിക്കല്ലേ. അല്ലാഹുവാണ് നമുക്ക് എല്ലാ ഗുണങ്ങളും തന്നത്. അല്ലാഹു തന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. അത്തിപ്പഴത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഒലിവിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, സീനാ പർവ്വതത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തുകയാ. പൂർണ്ണചന്ദ്രനേക്കാൾ അഴകേറിയ എത്രയും വലിയ പൂർണ്ണചന്ദ്രനേക്കാൾ ആകാശഗോളങ്ങളെ തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനായാലോ നക്ഷത്രങ്ങളെക്കാളോ ഏറ്റവും അഴകോടെയാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതെങ്കിൽ എന്റെ പൊന്നമ്മ, എന്റെ സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് സുഖങ്ങൾ തന്നിട്ടുണ്ട്. കറുപ്പിന് ഏഴക എന്ന് പാടി നടക്കുന്നില്ലേ? എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സൗന്ദര്യം തന്ന അല്ലാഹ്, സമ്പത്ത് നൽകിയ അല്ലാഹ്, എല്ലാ സുഖങ്ങളും തന്ന അല്ലാഹ്, ആ അല്ലാഹുവിനെ മറന്നു പോകുന്ന സഹോദരിമാരെ ചിന്തിച്ചു നോക്കിയേ. വീട്ടിലെ എ സി നമുക്കെന്താ സുഖമാണ്? വീട്ടിലെ എ സി, കാറിലെ എ സി, ഹോട്ടലിൽ പോയാ ഹോട്ടലിലും എ സി, പുറത്ത് ചെയ്യുന്നൊരവസ്ഥ നമുക്കില്ല.
പുറത്തു പോകുന്നൊരവസ്ഥ നമുക്കില്ല. എങ്ങനെയാണ് നമ്മൾ പുറത്തു പോകാതിരിക്കുന്നത്? സൂര്യന്റെ കാഠിന്യമായ വെയില് നമ്മൾ അറിയുന്നില്ല. സൂര്യന്റെ കാഠിന്യമായ വെയില് നമ്മൾ അറിയാതെ AC-യില് തണുത്തുകൊണ്ട് ഫ്രഷായിക്കൊണ്ട് ഇങ്ങനെ വാഹനങ്ങളെ യാത്ര ചെയ്തു. വീട്ടിലും AC-യാണ്, എല്ലാ സ്ഥലങ്ങളിലും AC-യാണ്, ഏതൊരു ഷോപ്പിൽ കയറിയാലും AC-യാണ്. സൂര്യന്റെ ചൂട് നമ്മൾ അറിയുന്നില്ല. ലക്ഷങ്ങളോളം കിലോമീറ്റർ അവിടെ നിന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ചൂട് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്താണ് നമ്മൾ ചൂടറിഞ്ഞത്? എത്രയെത്രയോ പ്രവാസികളല്ലേ അല്ലാ, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവർക്ക് എത്രയും പെട്ടെന്ന് സമാധാനത്തോടെയുള്ള ജീവിതം നീ കൊടുക്കണേ അല്ലാ. ഭർത്താവ് ഗൾഫില് എത്രയെത്രയോ ഡിഗ്രി കണക്കിന് സൂര്യൻ ഇങ്ങനെ കത്തിച്ചടിക്കുമ്പോ ആ സമ്പാദ്യം കൊണ്ട് തുച്ഛക്കാശ് കൊണ്ട് അയച്ചു തരുന്ന പൈസ എടുത്തുകൊണ്ട് ഷോപ്പിങ്ങിന്റെ ഫെസ്റ്റിവലിന് പോകുന്ന ഉമ്മ, ഷോപ്പിങ്ങിന് പോകുന്ന ഉപ്പ, ചിന്തിക്കണേ, മനസ്സിലാക്കണേ, ചിന്തിച്ചു നോക്കിയേ, ഒരു നിമിഷം മനസ്സിലാക്കി നോക്കിയേ. അല്ലാഹു നമുക്ക് ഗുണങ്ങൾ തന്നപ്പോ, അല്ലാഹു നമുക്ക് എല്ലാ സുഖങ്ങളും തന്നപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എത്ര പ്രവാസികളുണ്ടല്ലോ, അവരുടെ വേർപ്പ് പോലും നമ്മൾ ഇറ്റി കുടിച്ചില്ലേ. നമ്മൾ ഷോപ്പിങ്ങിന് പോയി എന്റെ ഭർത്താവ് ഗൾഫിലാണെന്നുള്ള അഹങ്കാരത്തോടെ നമ്മൾ ഷോപ്പിങ്ങിന് പുതിയ പുത്തൻ മോഡൽ നമ്മൾ വാങ്ങിയില്ലേ? 10-15,000 രൂപയുടെ ഡ്രസ് നമ്മൾ വാങ്ങിയില്ലേ? എവിടെയാണ് പൊന്നമ്മമാരെ നമ്മുടെ ഇന്നത്തെ ആർഭാടങ്ങൾ? എവിടെയാണ് ഇന്ന് പൊന്നമ്മമാരെ നമ്മുടെ ആഘോഷങ്ങൾ? എവിടെ വരെ എത്തി? എത്രയോ യതീമായ കുഞ്ഞുമക്കളുണ്ട്, എത്രയോ യതീമായ പൊന്നുമക്കളുണ്ട്. അവരുടെ കല്യാണത്തിന് വേണ്ടിക്കൊണ്ട് ഒരു തുച്ഛക്കാശ് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മളുടെ മോളെ കല്യാണം നടത്തുമ്പോ നാട്ടിലുള്ള എല്ലാവരും വിളിക്കണം. പക്ഷേ ആർഭാടമല്ലേ കല്യാണം, ആർഭാടമാക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പുതിയ പുത്തൻ ലൈറ്റുകളും ഇന്ന് ഫുള്ളായി കൊണ്ട് മോഡലായിക്കൊണ്ടുള്ള വേദികളൊരുക്കി സംഗീത ഉസ്താദകരെ കൊണ്ടുവന്ന് പാട്ട് പാടിപ്പിച്ചിട്ട് തൊള്ളിച്ചിട്ട് അയനാറ്റമാക്കി മാറ്റല്ലേ വിവാഹം. അല്ലാഹു അതിൽ ബർക്കത്ത് കൊടുക്കില്ല, അല്ലാഹു അതിൽ ഐശ്വര്യം കൊടുക്കില്ല. അതുകൊണ്ടല്ലേ ഇന്ന് കോടതിയുടെ വരാന്തയിൽ പോയാ ഇന്ന് ഉയ്യണം, ഭർത്താവും ഭാര്യയുമായി പിരിയണം. കാരണം എന്താ? ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ഇന്ന് നൃത്താടകരെ കൊണ്ടുവന്ന് ഗായകന്മാരെ കൊണ്ടുവന്ന് കല്യാണത്തിന് പാട്ടുപാടിക്കുകയാ, തുള്ളിച്ചാടുകയാ, തുള്ളി ആർഭാടങ്ങളുടെ എല്ലാ കൂത്താടത്തിലേക്കും മാറുകയാ. കല്യാണത്തിന് പോലെ കള്ള് പോലും വിളമ്പിക്കൊടുക്കലല്ലേ. തന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട്, തന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എവിടെയെങ്കിലും കള്ള് ഷാപ്പിൽ പോയിക്കൊണ്ട് കല്ല് കളിച്ചുകൊണ്ട് മദ്യം കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നത് കൊണ്ടല്ലേ എത്രയോ കുടുംബങ്ങളുടെ ഉമ്മമാര് അനാഥായത്, മക്കൾ അനാഥരായത്. ഇന്നത്തെ കല്ലിലും മദ്യത്തിലും വ്യഭിചാരികളുമാകല്ലേ. പെരുന്നാളിന് പോലെ കല്ല് കുടിക്കല്ലേ, ന്യൂ ഇയറിന് കല്ല് കുടിക്കല്ലേ, പെരുന്നാളിന് പോലെ കല്ല് കുടിക്കുന്നത് അല്ലാ. ഞങ്ങളെ സഹോദരന്മാരെ നീ നന്നാക്കണേ അല്ലാ. ഞാൻ ആരെന്ന് പറയുന്നില്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. സുബ്ഹാനല്ലാ, എന്റെ നാട്ടിൽ നിന്ന് സുബ്ഹാനല്ലാ. അല്ലാ, എനിക്ക് പറയാൻ പോലും മടിയാവുകയാ. കള്ള് കൊടുക്കുകയാ, 3-4 സഹോദരന്മാര് കാറിൽ നിന്ന് കള്ള് കുടിക്കുകയാ. ഇതുപോലെ ആർക്ക് വേണ്ടിയാ സഹോദര? നീ നിന്റെ ബൈക്കിൽ ചീറിപ്പായുമ്പോ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിന്റെ അസാബ് ഏത് വഴിക്ക് വരുമെന്ന് റോഡിൽ തല തെറ്റിച്ചറിച്ചുകൊണ്ട് നിന്റെ കല്ല് കുടിച്ച നിന്റെ വായ പോലും റോഡില് കാണാത്ത രീതിയിൽ ഒരു ചതന്നരെന്നെ കൊണ്ട് അല്ലാ നീ കാക്കണേ അല്ലാ. കല്ല് കുടിക്കണമെന്ന് നിനക്ക് തോന്നിയ നിന്റെ തലച്ചോറുണ്ടല്ലോ, അതുപോലെ തെറ്റിത്തറിച്ചുകൊണ്ടുള്ള ഓരോ അവസ്ഥകൾ ഇറങ്ങുമ്പോ എന്റെ യമേലെ നിവാസികളെ, എന്റെ കൽപ്പറ്റയിലെ സഹോദരന്മാരെ വെല്ലുവിളിക്കുകയാണ് ഞാൻ, വെല്ലുവിളിക്കുകയാ. പരിശുദ്ധമായ ഖുർആനെതിരെ, അല്ലാഹുവിനെ എതിരെ വല്ലാഹി സത്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടും.
ഹറാമാക്കിക്കോ, കള്ള ഹറാമാക്കിക്കോ. കള്ള് കുടിക്കുന്നത് തന്റെ പൊന്നുമ്മാനെ വ്യഭിചരിക്കുന്നത് പോലെയാ. കാരണക്കാരൻ ആരാ? പൊന്നുമ്മ. പ്രഭാഷണത്തിന് പോകുമ്പോ പൊട്ടിക്കരഞ്ഞു പോവുകയാ. കൊണ്ട് എത്രയോ പൊന്നുമ്മമാര് വന്നത് വാച്ച് ഭർത്താവ് കള്ള് കടിക്കുന്ന, മക്കളെ കല്ല് പിടിക്കുന്ന എത്രയോ വിഷമത്താല് പൊട്ടിക്കരഞ്ഞ കൽപ്പറ്റയിലെ ആളുകളല്ലേ. എന്താണ് പൊന്നുമ്മ? എന്താണ് പൊന്നുമ്മ? കാരണം എന്താണ്? 1, 2 ക്ലാസ് പഠിക്കും